എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ദൈവത്തിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. ദൈവം തൻ്റെ മനുഷ്യ ജനത്തെ കാവൽ ചെയ്യുന്ന ദൈവമാണ്. തൻ്റെ മക്കളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവമാണ്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്ത് ദൈവത്തിൻ്റെ പ്രിയ മക്കൾ പറയുന്നു, ദൈവം അത് കേട്ട് ദൈവം അതുപോലെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് നമുക്ക് ഒരു തിരുവചനം വായിക്കാം. യോശുവയുടെ പുസ്തകം അതിൻ്റെ 10, 12 മുതൽ 14 വരെയുള്ള വചനം. യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യൻ നീ ഗിബെയോനിലും ചന്ദ്രൻ നീ അയ്യോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെ ആയിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയ മക്കളെ, ദൈവം തന്റെ പ്രിയ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തന്റെ പ്രിയ മക്കൾ, ബിലവഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രിയ മക്കളുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവം കേൾക്കുന്നതാണ്. തന്റെ മക്കളെ ഉപദ്രവിക്കുന്ന ഏത് തന്നെ വിഷയമാണേലും ദൈവം അത് അങ്ങനെ തന്നെ ഇറങ്ങി നിന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഇതിനകത്ത് വേദപുസ്തകം പറയുന്നു, അവർ ശത്രുക്കളെ ജയിക്കുന്നിടം വരെയും സൂര്യൻ അതുപോലെ അവിടെ നിന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞാണ് സൂര്യൻ മാറിയത്. ദൈവം അവിടെ നിർത്തി, ശത്രുക്കളെ ജയിച്ചു. ഇസ്രായേൽ മക്കളിന് വേണ്ടി യുദ്ധം ചെയ്ത ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടിയും യുദ്ധം ചെയ്യും. തൻ്റെ മക്കളായിരിക്കുന്ന പ്രിയ മക്കളായിരിക്കുന്നവർക്ക് യുദ്ധം ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് എതിരെ വരുന്ന ശത്രു ആയിരിക്കുന്ന പിശാച് നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി ദൈവം ഒരു ജയം ക്രൂശിൽ ഏറ്റെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. He took the victory on the cross. ഹല്ലേലൂയ. ഇന്ന് ആമേൻ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ശത്രുവിനെ ദൈവം തോൽപ്പിച്ച്, ആമേൻ തിരുവചനം ഇങ്ങനെ പറയുന്നു, ആ പിശാചിനെ ദൈവം പരസ്യ കോലമാക്കി മാറ്റി. ക്രൂശിൽ പിശാചിനെ പരസ്യ കോലമാക്കി മാറ്റി. എന്തു തന്നെയാണേലും നിങ്ങൾക്കെതിരെ വരുന്ന സകല പൈശാചിക എല്ലാ എതിർപ്പുകളെയും, നിങ്ങൾക്കെതിരെ വരുന്ന ഈ എല്ലാത്തിനെയും കർത്താവ് യുദ്ധം ചെയ്ത് തകർത്തുകളയും. നമുക്ക് ഒരുമിച്ച് ആമേൻ ഈ വചനം വിശ്വസിക്കാം. ദൈവം തൻ്റെ മക്കളുടെ ശബ്ദം കേട്ട്, വാക്ക് കേട്ട് അനുസരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുന്ന തൻ്റെ മക്കളുടെ വാക്കുകൾ ദൈവം ആമേൻ കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. He fights for us. Hallelujah. Amen. He will come and take victory in our life. Already crucial victory എടുത്തിട്ടുണ്ട്. ഇന്നെ കേൾക്കുന്ന ജനം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആമീൻ തകർച്ചകളോ ആമീൻ ഇല്ലായ്മകളോ ഒന്നുമില്ലായ്മകളോ ഒക്കെ പ്രശ്നങ്ങളോ ഭാരങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്രൂശിൽ ജയമെടുത്തതാണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്ത് അവൻ ആമീൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി വന്നിരിക്കുക. ആ ജയത്തിൽ നിങ്ങൾ ജീവിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.